മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും മധ്യ കേരളത്തിൽ നിന്നും? ഉന്മേഷ്, 3 പതിറ്റാണ്ടായി തുടരുന്ന IFFKയിൽ അസാധാരണമായ പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. 19 പലസ്തീൻ സിനിമകൾ ഉൾപ്പെടെ 19 സിനിമകൾക്കാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത്. തുടർന്ന് ഇന്നലെ 4 സിനിമകൾക്ക് അനുമതി നൽകി. പക്ഷേ മുഴുവൻ സിനിമകളും ഇന്ന് മുതൽ പ്രദർശിപ്പിക്കുന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. അത് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതേ തുടർന്ന് സാംസ്കാരിക വകുപ്പ് നിലവിൽ ചലച്ചിത്ര അക്കാദമിക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയമാണ് സെൻസർ ബോർഡ് ഇല്ലാത്ത സിനിമകൾക്ക് അനുമതി നൽകേണ്ടത്. പക്ഷേ ഇവിടെ 187 സിനിമകൾക്ക് അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകിയതിൽ 168 സിനിമകൾക്ക് മാത്രമാണ് നിലവിൽ കേന്ദ്രം അനുമതി നൽകിയിരുന്നത്. അത് വൈകിയാണ് അപേക്ഷിച്ചതെന്നുള്ളൊരു ആരോപണം കേന്ദ്രം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതല്ല, വർഗീയ നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറു ആരോപണം സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത്. 3 പതിറ്റാണ്ടിന് മുൻപ് തുടങ്ങിയ IFFKയിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിന് മുൻപൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഷെഡ്യൂൾ ചെയ്ത സിനിമകൾ എങ്ങനെ വീണ്ടും, അതായത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത സിനിമകൾ മുടങ്ങിയിട്ടുണ്ട്, അത്തരം സിനിമകൾക്ക് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യുമോ? ഒപ്പം തന്നെ അതല്ല, ഇനിയുള്ള സിനിമകൾ അതേപോലെ തന്നെ തുടരുകയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്താണ് അത് സംബന്ധിച്ച് ഇനി ചലച്ചിത്ര അക്കാദമി അതിൻ്റെ സംഘടനയെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ട. 3 ദിവസം മാത്രം, വെള്ളിയാഴ്ച IFFKയ്ക്ക് കൊടിയിറങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതിൽ നിലവിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റി, മുരാരി ബാബു നിലവിൽ പോലീസിന്റെ SITയുടെ കസ്റ്റഡിയിലുണ്ട്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയുടെ മൊഴി ഇന്നലെ SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 500 കോടി രൂപയുടെ ഈ ശബരിമല സ്വത്തുവകകൾ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് മാർക്കറ്റിൽ വലിയ വിലയിൽ വിറ്റു എന്ന ആരോപണം ഉണ്ടായിരുന്നു. ഈ വ്യവസായിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയതിന് പുറമെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് നിർണായകം. അത് സംബന്ധിച്ചുള്ള മറ്റു വാർത്തകൾ കൂടി ഇന്ന് പുറത്തു വരും. അങ്ങനെ പ്രധാനപ്പെട്ട പല വാർത്തകളും ഇന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1-ാമത്തെ കേസിൽ ഉണ്ടായിരുന്ന സഹായി, അതായത് ഈ പെൺകുട്ടിക്ക് അതിജീവിതയ്ക്ക് ഗർഭചിത്ര മരുന്ന് നൽകാൻ സഹായിച്ച ആളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്ക് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ശേഷം ചേരുന്ന മന്ത്രിസഭാ യോഗമായതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങൾ നേരത്തെ മാറ്റിവെച്ചതും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കാരണം താൽക്കാലികമായി പ്രഖ്യാപിക്കാൻ സാധിക്കാത്തതുമായ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഇന്ന് രാവിലെ 10:30 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടാകും. ഉന്മേഷ്. ശരി, മനീഷ് മെക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.